വെൽക്കം ടു എ ന്യൂ വീഡിയോ ഫ്രം ഇംഗ്ലീഷ് വിത്ത് Asee. ഇന്ന് നമുക്ക് സ്ഥിരമായി നമ്മൾ ഉപയോഗിക്കുന്ന സമയം എന്തായി? ഇപ്പോൾ സമയം 12 മണി അല്ലെങ്കിൽ 11 മണിക്ക് 10 മിനിറ്റ് എന്നൊക്കെ പറയില്ലേ, 9 മണി കഴിഞ്ഞു എന്നൊക്കെ പറയില്ലേ, ആ ഒരു പ്രയോഗങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പഠിക്കാം. ഓക്കെ, നമ്മുടെ 15 ദിവസത്തെ ക്ലാസ്സിൽ ഇന്ന് 10ാമത്തെ ദിവസമാണ്. ഡേ 1 മുതൽ അടുത്ത 9 വരെയുള്ളത് അത് നാം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് ഓരോ വാക്കുകളും അതെങ്ങനെയൊക്കെയാണ് വരുന്നത്, അങ്ങനെയുള്ള സംസാര ഭാഷയാണ് നാം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോകളൊന്നും കണ്ടിട്ടില്ലാത്തവരതെല്ലാം ഒന്ന് കാണണം. ഒപ്പം തന്നെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാം. അതുപോലെ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ ഈ പ്രാക്ടീസുകൾ ചെയ്തതിന് ശേഷം അത് ആ പ്രാക്ടീസ് ഉപയോഗിച്ചുകൊണ്ട്, അതായത് അതിൽ നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചിന്തിച്ച് നോക്കിക്കൊണ്ട് നിങ്ങൾ ആ ഒരു രീതിയിൽ കമൻറ്റുകൾ ഇടുക. അതായത് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്ന ആ ലാംഗ്വേജ് നിങ്ങൾക്ക് എങ്ങനെയാണോ അത് നിങ്ങൾ ഏബിളായിട്ടുള്ളത് ആ രീതിയിൽ നിങ്ങൾ കമൻറ്റ് ഇടുക. ഓക്കെ, അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇപ്പം നമ്മൾ സമയം എന്തായി എന്നതിന് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് പറയാമോ? What is the time? What is the time? Okay, what is the time? സമയം എന്തായി? ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ ചോദിക്കാം, what time is it? ഇപ്പം എത്ര മണിയായി, ഇപ്പം സമയം എത്രയായി? അതായത് what time is it അല്ലെങ്കിൽ what is the time? വീണ്ടും വാട്ട് ഈസ് ദ ടൈം, വാട്ട് ഈസ് ദ ടൈം നൗ എന്ന് ചോദിക്കാം. ഇപ്പോൾ എത്ര മണിയായി അല്ലേ? വാട്ട് ഈസ് ദ ടൈം നൗ അല്ലെങ്കിൽ വാട്ട് ടൈം ഈസ് ഇറ്റ്, ഇപ്പോൾ എത്ര മണിയായി അല്ലെങ്കിൽ എത്ര സമയമായി. അപ്പോൾ നമുക്കിതിനെങ്ങനെ മറുപടി പറയാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പറയാണ്, ഇപ്പോൾ സമയം 11 മണിയായി. എങ്ങനെ പറയും? ഇറ്റ് ഈസ് 11 o'clock. ഇപ്പോൾ സമയം 11 മണിയായി. എങ്ങനെയാണ്? ഇറ്റ് ഈസ് 11 o'clock. വീണ്ടും നിങ്ങളും എൻ്റെ കൂടെ പറഞ്ഞോളൂ. ഇപ്പോൾ സമയം 11 മണിയായി. ഇറ്റ് ഈസ് 11 o'clock. ഇപ്പോൾ 5 മണിയായി. ഇറ്റ് ഈസ് 5 o'clock. ഇപ്പോൾ 10 മണിയായി. ഇറ്റ് ഈസ് 10 o'clock. ഇപ്പോൾ 4 മണിയായി. ഇറ്റ് ഈസ് 4 o'clock. എന്ന് നമ്മൾ പറയാണ്, സമയം ഇപ്പോൾ 4:50 എന്ന് പറയണം. 4:50 എന്ന് പറയുമ്പം 5 മണിക്ക് 10 മിനിറ്റ് കൂടെ ഉള്ളൂ ഇല്ലേ? അപ്പോൾ നമ്മളതെങ്ങനെ പറയും? 4:50. അപ്പോൾ ഒന്ന് ഊഹിച്ചോണം, അതിൻ്റെ തൊട്ടടുത്തുള്ളത് 5 ആയിരിക്കും. നമുക്കറിയാം 4:50 എന്ന് പറയുമ്പോൾ 5-നോട് അടുത്താണ്, 5-നോട് അടുത്താണ്. അപ്പോൾ നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് 10 to 5, അതായത് 10 മിനിറ്റ് ഉണ്ട് 5 മണിക്ക്. കണ്ടോ, 4:50 എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇനി ഇപ്പോൾ സമയം എന്തായെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാം ഇറ്റ് ഈസ് 10 to 5, 10 മിനിറ്റ് 5 മണിക്കുണ്ട്. കണ്ടോ, അതാണ് സമയം 4:50 എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് 10 to 5. കണ്ടോ, എന്നാൽ സമയം ഇപ്പോൾ 5:10 എന്നെങ്ങനെ പറയും? 5:10, അതായത് 5 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. ഇപ്പോൾ മുമ്പേ നമ്മൾ പറഞ്ഞത് 5 മണിക്ക് 10 മിനിറ്റ് കൂടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ പറയുന്നത് 5 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. ഇറ്റ് ഈസ് 10 past 5. 5:10. ഇറ്റ് ഈസ് 10 past 5. അപ്പം 3:10 ഇറ്റ് ഈസ് 10 past 3. ഇനി 11:10 ഇറ്റ് ഈസ് 10 past 11. കണ്ടോ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? സമയം ഒരു 6 മണി, അതായത് 6 മണിയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇറ്റ് ഈസ് 6 o'clock. എന്നാൽ 5:50 എന്ത് പറയും? ഇറ്റ് ഈസ് 10 to 6. കണ്ടോ, 10, അതായത് ഇപ്പം 5:55 ആണെങ്കിൽ ഇറ്റ് ഈസ് 5 to 6. 5 മിനിറ്റ് ഉണ്ട് എന്തിന്? 6 മണിയാവാൻ. എന്നാൽ 6:10 എന്നാണ് പറയുന്നതെങ്കിൽ ഇറ്റ് ഈസ് 10 past 6. ഓക്കെ, അപ്പോൾ ഇപ്പം 2 പഠിച്ചു, 5 to, അതുപോലെ 10 past. കണ്ടോ, 2 പഠിച്ചു, പാസ്റ്റും പഠിച്ചു, മറന്നു പോകരുത്. ഇനി നമ്മളാണ് സമയം ഇപ്പോൾ 4:45. 4:45 എന്താ പറയുന്നത്? ഇറ്റ് ഈസ് എ ക്വാർട്ടർ. അപ്പം ഏതിനേക്കാണ് പോകുന്നത്? 5-ലേക്കാണ് പോകുന്നത്. അപ്പോൾ 4:45 എന്ന് പറയുമ്പം ഇറ്റ് ഈസ് 4:45. ഇറ്റ് ഈസ് 4:45. ഇപ്പോൾ 3:45 ആണെങ്കിലോ ഇറ്റ് ഈസ് എ 4:45.
4. ഇപ്പം 10:45 ഇറ്റ് ഈസ് 10:15 എന്ന് പറയുമ്പം 11 മണിയിലേക്ക് പോവാണ്. ഇറ്റ് ഈസ് 11:45. എന്നാലും നമ്മൾ പറയണം 11:15 ആയി. അതായത് കഴിഞ്ഞു പോകുന്നതിനെയൊക്കെ നമ്മൾ പാസ്റ്റ് വെച്ച് പറയും. അപ്പോൾ 11:15 11 കഴിഞ്ഞ് 15 മിനിറ്റ് കൂടല്ലേ. അപ്പോൾ എന്ത് പറയും? ഇറ്റ് ഈസ് 11:15. മറ്റേത് 1/4 എന്നുള്ളത് 3/4 പറയും, 1/4 എന്നുള്ളതിന് 1/4 പറയും. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് 11:15. ഓക്കെ, അപ്പോൾ അത് എത്രയാണ്? 10:15. ഇറ്റ് ഈസ് 10:15. അതായത് 10:15 അല്ലെങ്കിൽ 11. ഇറ്റ് ഈസ് 11:15 എന്ന് പറയുമ്പോൾ എത്രയാണ്? 11:15. ഏത് സമയമാണോ പറയുന്നത് അത് കഴിഞ്ഞ് 15 മിനിറ്റ്. ഇപ്പോൾ 6:15 ഇറ്റ് ഈസ് 6:15. ഇറ്റ് ഈസ് 6:15. എന്നാൽ 5:45 ഇറ്റ് ഈസ് 5:45. മനസ്സിലാക്കിക്കോണം. 5:45 എന്ന് പറയുമ്പോൾ 6ലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ 2 6ലേക്ക് പോകാൻ. അപ്പോൾ 5:45. എന്നാൽ 6:15 ഇറ്റ് ഈസ് 5:45. ഓക്കെ, ഇനി സമയം ഇപ്പോൾ 6:30 അല്ലെങ്കിൽ 6:30 എന്നെങ്ങനെ പറയും? ഇറ്റ് ഈസ് 6:30. 6:30 എന്ന് പറയുമ്പം 6 മണി കഴിഞ്ഞല്ലേ. അപ്പം ഇറ്റ് ഈസ് 6:30. ഇപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് 2 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏതിനകത്തേക്കാണോ പോകുന്നത് അത്. അതായത് ഇപ്പോൾ 5 മണിയാണ്, 5 മണി 4:45 ആകുമ്പം 4:45 എന്ന് പറയുന്നത് 5-നടുത്തേക്കാണ്. അപ്പം നമ്മൾ എന്തോ പറയും? ഇറ്റ് ഈസ് 4:45. ഇനി 5ലേക്കാവാൻ എത്ര മിനിറ്റ് ഉണ്ട്? 15 മിനിറ്റ് ഉണ്ട്. ആ സമയത്ത് 5:15 ഇറ്റ് ഈസ് 4:15. അതായത് 5 കഴിഞ്ഞിട്ട് ഇപ്പോൾ 5 മണി കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര മിനിറ്റായി? 15 മിനിറ്റായി. അപ്പോഴാണ് നമ്മൾ പാസ്റ്റ് പറയുന്നത്. എന്നാൽ 5:30 ആണെങ്കിൽ ഇറ്റ് ഈസ് 5:30. അപ്പോൾ നമ്മൾ ഇന്ന് സമയം ചോദിക്കാനാണ് പഠിച്ചത്. എങ്ങനെയാണ്? വാട്ട് ഈസ് ദ ടൈം? What time is it? What is the time now? സമയം എന്തായി എന്ന് ചോദിക്കാൻ what is the time? What is the time now? What time is it? ഓക്കെ, അപ്പോൾ പറയാണ് ഇപ്പോൾ 11 മണിയായി. Now it is the time. It is the time എത്രയായി? It is 11 o'clock. ഓക്കെ, ഇറ്റ് ഈസ് 11 o'clock. അപ്പോൾ ഇപ്പം സമയം 11:05 എന്നാണെങ്കിലോ? 11:05 എന്നാണെങ്കിൽ ഇറ്റ് ഈസ് 5:11. 5 മിനിറ്റ് 11 മണി 11:05. ഓക്കെ, എന്നാൽ നമ്മൾ പറയാണ് ഇപ്പോൾ 10:55 എന്നാണെങ്കിലോ? ഇറ്റ് ഈസ് 5:11. 11ലേക്ക് പോവാണ്. 5:11. എന്നാൽ 11:45 എന്നാണെങ്കിൽ ഇറ്റ് ഈസ് 1/4 ഇറ്റ് ഈസ് 1/4. 11:15 ഇറ്റ് ഈസ് 11:15. 11:15 ഇറ്റ് ഈസ് 11:15. എന്നാൽ 11:30 ഇറ്റ് ഈസ് 11:30. ഓക്കെ, ഇറ്റ് ഈസ് 11:30. അപ്പോൾ ഇങ്ങനെയാണ് സമയം പറയാൻ പഠിക്കുന്നത്. ഇത് വീണ്ടും വീണ്ടും നിങ്ങൾ കേൾക്കുക. അത് കേൾക്കുന്നതിനനുസരിച്ച് പുതിയതായി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി വരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായും ഈ 10 ദിവസം വരെയുള്ള എല്ലാ വീഡിയോകളും കാണുക. ലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ 30 ഡേയ്സ് കൊണ്ടുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സും അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾക്കും തുടക്കക്കാർക്കുമായിട്ടുള്ള ക്ലാസ്സിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളതൊക്കെ കാണുക. ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.